കർണാടകത്തിലെ ദാവനഗരി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരം എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാണ്. 3.5 പതിറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട് ഈ പോരിന്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി ചെല്ലുന്നത്. കന്നഡ രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയും കുടുംബങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമൊന്നും പുതുമയല്ല. എന്നാൽ ദാവനഗരിയിലെ മത്സരത്തിന് ഒരു സവിശേഷതയുണ്ട്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. BJPയുടെ ജി മല്ലികാർജുനപ്പ, കോൺഗ്രസിന്റെ എസ് ശിവശങ്കരപ്പ, ദാവനഗരിയുടെ രണ്ട് കിങ് മേക്കേഴ്സ്. 90കളിൽ ആരംഭിച്ച് ഇവർ തമ്മിലുള്ള പോര് പതിയെ കുടുംബ മത്സരമായി മാറുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ദാവനഗരയിൽ അംഗം രണ്ട് കുടുംബങ്ങൾ തമ്മിലായി. കോൺഗ്രസോ BJPയോ പാർട്ടി ഏതായാലും ദാവനഗര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട ഈ രണ്ട് കുടുംബത്തിൽ നിന്നുമാണ്. അതും കഴിഞ്ഞ 35 വർഷമായി. കുടുംബപ്പോരിലെ ഒടുവിലത്തെ പോരാളികൾ രണ്ട് വനിതകളാണ്. കോൺഗ്രസിനായി പ്രഭാ മല്ലികാർജുനും BJPക്കായി നിലവിലെ MP GM സിദ്ധേശ്വരിയുടെ ഭാര്യ ഗായത്രി സിദ്ധേശ്വരിയും. ಫ್ಯಾಮಿಲಿ ಫೈಟ್ ಅಂದರೆ ನಮ್ಮ ದಾವಣಗೆರೆ ಕ್ಷೇತ್ರದಲ್ಲಿ ಅವರೊಬ್ಬರೇ ನಿಲ್ಲೋದು. ಯಾರು ಶಿವಶಂಕರಪ್ಪರ ಫ್ಯಾಮಿಲಿ ಮಾತ್ರ ನಿಂತ್ಕೊಂತ ಬರೋದು. ಅವ್ರ ಹಿಂದೆ ಅವ್ರ ಆಪೋಸಿಟ್ ನಿಂತ್ಕೊಂಡು ಗೆಲ್ಲ ಅಂತಾರು ಅಂದರೆ ಸಿದ್ದೇಶ್ವರ ಅವರು ಮತ್ತು ಮಲ್ಲಿಕಾರ್ಜುನಪ್ಪ ಅವ್ರು ಬಂದ ಮೇಲೆ ಗೆದ್ದಿರೋದು. ಆದ್ದರಿಂದ ಅವರಿಗೆ ವಿರೋಧವಾಗಿ ನಿಲ್ಲಿಸೋದೇ ನಮ್ಮನ್ನು ಅಂತೇಳಿ ನಾವು ಇಷ್ಟಪಡ್ತೀವಿ. We represent the Congress party, so it's not a family fight. It's, I think, the media which puts it across like that. It is our own party and our ideology fight. മണ്ഡലത്തിലെ കുടുംബവാഴ്ചക്ക് മാറ്റം വരുത്താൻ ഇരു പാർട്ടികൾക്കും താല്പര്യമില്ല. ഗ്യാരണ്ടികൾക്കും മുകളിൽ കുടുംബത്തിനൊരു വോട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പിലെ പ്രചാരണം. ദാവനഗരയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24